ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കഷ്ടതകൾ നമ്മെ കഷ്ടത്തിലാക്കാതിരിക്കാൻ നമുക്കെടുക്കാവുന്ന ഒരു പ്രതിവിധി. ഇതൊരു 12 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടും വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ നിന്റെ കഷ്ടതകൾ ഒരിക്കലും നിന്നെ കഷ്ടത്തിലാക്കില്ല. ഒരമ്മ പങ്കുവച്ച കാര്യം, അമ്മയ്ക്ക് 2 മക്കള്. മൂത്തവനിൽ അവർക്കെല്ലാം ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം അവൻ വളരെ ബ്രൈറ്റാണ്, ബുദ്ധി സാമർഥ്യം മറ്റ് കഴിവുകൾ ഇതെല്ലാമുള്ള ഒരുത്തൻ. രണ്ടാമനാണെങ്കിൽ ഇച്ചിരി ഫിസിക്കലി മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. അവന് മാനസികമായി ശാരീരികമായിട്ടുള്ള വളർച്ചയോ കഴിവുകളോ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ അവൻ്റെ ജ്യേഷ്ഠനെ പോലെ ഇല്ല. അതുകൊണ്ട് തന്നെ അവനൊരു ഭാരമായിട്ടാണ് ആദ്യം വീട്ടുകാർ അവനെ കണ്ടത്. മൂത്തവനാണെങ്കിൽ കുടുംബത്തിന് അഭിമാനം. ഇക്കാര്യങ്ങൾ പങ്കുവച്ചിട്ട് അമ്മ പറഞ്ഞ ഒരു കാര്യം, ഇന്ന് ഞങ്ങളുടെ മൂത്ത മകൻ ഞങ്ങൾക്ക് അപമാനമായി മാറിയിരിക്കും. കാരണം അവൻ നിരീശ്വരവാദി. അവന് ദൈവത്തെ മാനിക്കത്തില്ല, കുടുംബാംഗങ്ങളെ മാനിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവത്തിലേക്ക് വഴുതി വീണവൻ. അതുകൊണ്ടാണ് ഇന്ന് അവനെയാണ് അപമാനമായിട്ട്, ഒരു ഭാരമായിട്ട് വീട്ടുകാർ കാണുക. പക്ഷെ രണ്ടാമൻ, അവന് ഈ ഫിസിക്കലി മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും അവൻ്റെ ജീവിതം, അവൻ്റെ നിഷ്കളങ്കത, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് അവനാണ് അഭിമാനം. നേരത്തെ അഭിമാനമായിരുന്നവൻ ഇന്ന് അപമാനമായി മാറി. നേരത്തെ ഒരു അപമാനമായിട്ട് കണ്ടിരുന്നത് അവരുടെ ആ കഷ്ടത, ആ ദുരിതം ഇന്നവർ അഭിമാനമായിട്ട് കാണുകയാണ്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നാം തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, കഷ്ടതകളല്ല ശരിക്കും പറഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുക. ചെറിയ പ്രശ്നങ്ങൾ, അതിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയ വ്യക്തികൾ, ഭീമമായ പ്രശ്നങ്ങൾ വന്നിട്ട് അതിൻ്റെ മുമ്പിൽ പരാജയപ്പെടാതെ അതിനെ അഭിമുഖീകരിച്ച് വിജയത്തിലേക്ക് നീങ്ങിയ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും സഹനത്തിൻ്റെ അളവല്ല, ആ സഹനത്തോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മെ ഒന്നുകിൽ വിജയത്തിലേക്ക് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നയിക്കുക. ഏതാനും വചനങ്ങൾ എടുക്കാം. സങ്കീർത്തനം 119 71 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. എത്ര പേര് ആ രീതിയിൽ ദുരിതങ്ങളെ കാണും, കഷ്ടതകളെ കാണും, അല്ലെങ്കിൽ ആ മനോഭാവത്തോടു കൂടി വെൽക്കം ചെയ്യും ദുരിതങ്ങളെ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവ മൂലം ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്ന് സങ്കീർത്തകൻ പറയുന്നത് ഈ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 2:5 നമുക്ക് സുപരിചിതമല്ലേ? സ്വർണവും വെള്ളിയും അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, അതുപോലെ സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരെ. സഹനം ദൈവം അനുവദിക്കുന്നത് ദൈവം ക്രൂരനായതുകൊണ്ടോ ദൈവം നമ്മെ മറന്നതുകൊണ്ടോ അല്ലാന്ന്, ദൈവം നമ്മെ തിരസ്കരിച്ചതിൻ്റെ ഒരടയാളം എന്നതിനേക്കാൾ ദൈവം നമ്മെ അംഗീകരിച്ച് അനുഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹനങ്ങളെ കാണാൻ പറ്റും. സ്വർണവും വെള്ളിയും ശുദ്ധീകരിക്കപ്പെട്ടതാണ് നമുക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് സ്വീകാര്യരായവരെ ദൈവം ശുദ്ധീകരിച്ച് ഉയർത്തും. അത് സഹനത്തിന്റെ തീച്ചൂളയിൽ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളാരും ജാരസന്തതി, ബാസ്റ്റാർഡ് എന്ന് വിളിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതല്ല. അങ്ങനെ വിളിക്കാനോ അങ്ങനെ വിളിക്കപ്പെടാനോ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. വചനം പറയാണ്, എല്ലാ മക്കൾക്കും ലഭിക്കുന്ന ശിക്ഷണം നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നീ ജാരസന്തതിയായി മാറും, ബാസ്റ്റാർഡായിട്ട് മാറും. അത് വരാതിരിക്കാനാണ് കർത്താവ് നിന്നെ പരീക്ഷിക്കുന്നത്, നിന്നെ വെട്ടിയൊരുക്കുന്നത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു 12 പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഈ വചനങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ ഉറപ്പിച്ച് അവയ്ക്ക് പ്രത്യുത്തരം നൽകുന്നെങ്കിൽ എന്ത് കഷ്ടതയും വരട്ടെ, എത്ര വലിയ ദുരിതവും വരട്ടെ, നമ്മൾ കഷ്ടത്തിലാകാതിരിക്കാൻ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. അതാണ് ഈ വചനങ്ങൾ നമുക്ക് തരുന്ന സന്ദേശം. ആദ്യമായിട്ട് യെശയ്യാ 30:20-21 വചനങ്ങൾ എടുക്കുമ്പോൾ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. നിന്റെ നയനങ്ങൾ ഗുരുവിനെ കാണും, നിന്റെ കാതുകൾ ഗുരുവിന്റെ സ്വരം ശ്രവിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലെങ്കിലും ദൈവത്തെ കാണാനും കേൾക്കാനും പറ്റിയില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് എന്ത് ഭാഗ്യം. കഷ്ടപ്പാട് ദുരിതങ്ങൾ അനുഭവിച്ചാണേലും ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും സാധിക്കുന്നെങ്കിൽ അതാണ് യഥാർത്ഥ ഭാഗ്യമായിട്ട് ഒരു ക്രിസ്ത്യാനി കാണേണ്ടത്. അതിന് സഹനം നമ്മെ സഹായിക്കും. രണ്ടാമത്തേത് സങ്കീർത്തനം 107 19-20 വചനങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. ആ കഷ്ടത വന്നുകൊണ്ടല്ലേ നിലവിളിക്കാൻ തോന്നിയത്? നിലവിളിച്ചപ്പോൾ കർത്താവ് വചനം അയച്ച് അവരെ
സൗഖ്യമാക്കി. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനും അതിലൂടെ അവരുടെ വിശ്വാസം വളർത്തിയെടുക്കാനും അവർക്ക് സാധിച്ചു. മൂന്നാമത്തെ വചനമാണ് റോമ 8:18. നമ്മളെല്ലാവരും ഹൃദയത്തിൽ വെച്ച് താലോലിക്കുന്ന ഒരു വചനം, താലോലിക്കേണ്ട വചനം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസാരമാണ്. ഒരു കഷ്ടത, ദുരിതം വരുമ്പോൾ അത് മാത്രം കണ്ടുകൊണ്ടിരുന്ന പോരാ. വിശ്വാസമുള്ളവര്, പ്രത്യാശയുള്ളവര് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം കൂടി അവർ കാണും. അപ്പോഴാണ് ആ കഷ്ടത എടുക്കേണ്ടതുപോലെ എടുക്കാൻ അവർക്ക് പറ്റുക. റോമ 8:28, ജെറമ്യായുടെ പുസ്തകം 29:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. താൽക്കാലികമായിട്ടുള്ള ക്ലേശം വന്നാലും നന്മയ്ക്കായി ദൈവം അത് പരിണമിപ്പിക്കും. അങ്ങനെയാണ് കഷ്ടതയെ നാം കാണുന്നത് എങ്കിൽ ഒരിക്കലും അതിന് മുമ്പിൽ നമ്മൾ തോറ്റുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അഞ്ചാമത്തേത് എഫേസസ് 3:17 വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശം. അത് തന്നെ നമ്മൾ 1 തെസ്സലോനിക്ക 4:10 ഉൽപ്പത്തി 29:20 വായിച്ചാൽ കാണാൻ പറ്റും. സ്നേഹമുള്ളിടത്ത് സഹനം ഒരിക്കലും ഒരു ഭാരമായി നമുക്ക് തോന്നില്ല. ദൈവത്തെ നമ്മൾ സ്നേഹിച്ച് ദൈവത്തോടുള്ള സ്നേഹം വളർന്നിട്ടുണ്ടെങ്കിൽ ഏത് കഷ്ടതയും അത് നമുക്കൊരു ആനന്ദമായിട്ട്, നൊമ്പരമായിട്ടല്ല, ഒരു ആനന്ദമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് സ്നേഹത്തിൽ നമ്മൾ വേരുവാകി അടിയുറയ്ക്കണം, സ്നേഹത്തിൽ നമ്മൾ ഉത്തരോത്തരം വളരണം. ഇതൊക്കെയാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. ആറാമത്തെ വചനം റോമ 5:4-5 വചനങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകും. പ്രത്യാശ ഉള്ളവർക്ക് നിരാശ വരത്തില്ല, നിരാശ അവരെ കീഴ്പ്പെടുത്തത്തില്ല. അപ്പൊ അതിനെല്ലാം ഒരു തുടക്കം എന്ന പോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കഷ്ടത, കഷ്ടപ്പാട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 7:55 വായിക്കുമ്പോൾ, സാഹചര്യത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കലേക്ക് നോക്കാൻ പറ്റുന്നവരെ കഷ്ടത പരാജയപ്പെടുത്തത്തില്ല. അവിടെ നമ്മൾ കാണുന്നു, സ്തെഫാനോസിന്റെ ചുറ്റും നിന്ന് ആളുകൾ കല്ലെറിയുക. അവ നോക്കിയത് എറിഞ്ഞവരിലേക്കല്ല, ആ കല്ലിന്റെ വലിപ്പത്തിലേക്കല്ല, ശരീരത്തുണ്ടായ മുറിവിലേക്കുമല്ല, അവർ നോക്കിയത് സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരാത്മീയ ആനന്ദത്തോടെ മരണനിദ്ര പ്രാപിക്കുന്ന സ്തെഫാനോസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. എട്ടാമത്തേത് സങ്കീർത്തനം 119 143 വചനവും 1 മക്കബായർ 2:53 വായിച്ചാൽ കാണാൻ സാധിക്കും. കഷ്ടതയുടെ കാലത്തും പഴയ നിയമത്തിലെ ജോസഫ് കൽപ്പനകൾ പാലിച്ചു. അങ്ങനെ കഷ്ടതയുടെ കാലത്തും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നവർക്ക് പരാജയമല്ല, ഒരാത്മീയ ആനന്ദവും ജീവിത വിജയവുമാണ് അവിടെ ഉണ്ടാവുക. 9-ാമത്തെ വചനം ജോഷുവ 7:11-12 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങളിൽ പാപം ചെയ്തതുകൊണ്ടാണ്, നിങ്ങളിൽ ഒരാൾ പാപം ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ പറ്റാതെ പോയത്. പാപം ഒഴിവാക്കി ജീവിക്കുന്നവർക്ക് സഹനം വന്നാലും അത് എടുക്കേണ്ടതുപോലെ എടുക്കാൻ സാധിക്കും. കർത്താവ് അവരുടെ കൂടെ നിന്ന് അവരെ ജീവിത വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഒരു വചനഭാഗം 10-ാമത്തേത് 2 സാമുവേൽ 16:12 ശെമയി ദാവീദിനെ ശപിക്കുന്ന ഒരു രംഗം. അവിടെ സാധാരണക്കാരെ പോലെ ചിന്തിച്ചവർ പറഞ്ഞു, ഞങ്ങൾ എന്നിട്ട് അവനെ കൊന്നുകളയാം. ദാവീദ് പറഞ്ഞു, വേണ്ട, ദൈവം അയച്ചതായിരിക്കാം. ദാവീദിനെ ശപിക്കാൻ പറഞ്ഞു, അവൻ ശപിക്കട്ടെ, ദൈവം എന്നോട് കരുണ കാണിച്ചേക്കാം. ഇങ്ങനെയുള്ള സഹനങ്ങൾ, പ്രതികൂലങ്ങൾ എടുക്കേണ്ട പോലെ എടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 11-ാമത്തെ വചനമാണ് എസ്തേർ 1:9 വചനവും ജെറമ്യ 1:17. ഭയപ്പെടാതിരുന്നാൽ, സഹനത്തിന് മുമ്പിലാണെങ്കിലും ഭയപ്പെടാതിരുന്നാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും, ദൈവം നമ്മെ ശക്തരാക്കും. ഭയപ്പെട്ടാൽ അവിടുന്ന് നമ്മെ പരിഭ്രാന്തരാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനത്തേത് 12-ാമത്തെ കാര്യം സങ്കീർത്തനം 46:1 95:15 എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ 12 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഒരിക്കലും സഹനം നമ്മെ തളർത്തുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനുവേണ്ട അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം.
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.